ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, യെരുശലേം എന്നാണ് അതിന്റെ പേര്. അവിടെ വലിയ ആരവാരങ്ങൾ നടക്കുകയാണ്. അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ അവനെ കൊല്ലണം, അവനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് അന്നത്തെ ഭരണാധികാരിയുടെ മുമ്പിൽ കെഞ്ചുമ്പോൾ, ആ ഭരണാധികാരികളുടെ മുമ്പിൽ ആക്രോശിക്കുമ്പോൾ, ആ ഭരണാധികാരി യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ്. അവന്റെ നിഷ്കളങ്കമായിരിക്കുന്ന മുഖത്ത് യാതൊരു കുറ്റവും കണ്ടെത്തുവാൻ ഭരണാധികാരിക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഭരണാധികാരി അവനെ വിട്ടയപ്പാൻ ആശിക്കുകയാണ്. എന്നാൽ ജനങ്ങൾ മുഴുവനും അവനെതിരാണ്. ഇവനെ കൊല്ലണമെന്ന് അവർ നിരന്തരമായിട്ട് അപേക്ഷിക്കുകയാണ്. അവസാനം ആ ഭരണാധികാരി ആ യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാനായിട്ട് കുറ്റമില്ല എന്ന് ഭരണാധികാരി പറഞ്ഞു. ജഡ്ജി പറഞ്ഞു, ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ യേശുവിൽ ഒരു കുറ്റവുമില്ല. എന്നിട്ട് ആ പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ഞാൻ ഇവനെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നെന്ന് പറഞ്ഞു. നോക്കി, നിങ്ങളൊക്കെ പിന്നെ കോടതികൾ കയറിയിട്ടുള്ളവരാണ് എന്ന് എനിക്കറിയാം, ഈ ദേശത്തിലുള്ള പലരും. എന്നാൽ കോടതിയിൽ നിൽക്കുമ്പോൾ ജഡ്ജി പറയാണ്, നീ ഒരു കുറ്റം ചെയ്തിട്ടില്ല, പക്ഷെ നിന്നെ ജീവപര്യന്തം മരണവിധിക്ക് നിശ്ചയിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണം, ഇതുപോലൊരു വിഡ്ഢിയായിരിക്കുന്ന ജഡ്ജി ഉണ്ടോ? ലോകത്തിൽ ഇന്നേവരെ കുറ്റമില്ല എന്ന് പറഞ്ഞവനെ ശിക്ഷിപ്പാൻ ഒരു കോടതിക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ കുറ്റമില്ലെന്ന് പറഞ്ഞവനെ ശിക്ഷിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് എന്റെ കാര്യം എന്നറിയാമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരു ദിവ്യ ബലി ആവശ്യമായിരുന്നു. നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുവാൻ പാപമില്ലാത്ത ഒരു രക്തം ഭൂമിയിൽ ചൊരിയപ്പെടണമായിരുന്നു. അപ്പോൾ ലോകം പറഞ്ഞു, യേശുക്രിസ്തുവിൽ ഒരു കുറ്റവുമില്ല, ഇവൻ നല്ലവനാണ്, ഇവൻ യോഗ്യനാണ്, നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇവൻ എന്താണ് നീതിയുള്ളവനാണ്, ഇവനിൽ പാപമില്ലാത്തത് കൊണ്ട്, കുറ്റമില്ലാത്തത് കൊണ്ട് ഈ രക്തത്തിന് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ലോകം അംഗീകരിച്ചിട്ട് അവനെ ക്രൂശിലേക്ക് കൊണ്ടുപോയി.